ഹലോ വെൽക്കം ബാക്ക് ജെ ഡി ഫിഷിംഗ്. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളായിട്ട് ചോദിക്കണേ എവിടെ കാണാനില്ലല്ലോ എന്ന്. വർക്കിൻ്റെ തിരക്കിലാണ് ഗൈസ്. കുറേ പേര് വിളിച്ചു ചോദിച്ചിട്ട് ആ സംഭവത്തൊക്കെ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇല്ലാണ്ട് കുറേ പേര് അന്വേഷിക്കുന്നു, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. വേറൊന്നുമല്ല, വർക്ക് എത്തി തിരക്കില്ല. ഇപ്പോഴും വർക്കിലാണ്. ഏകദേശം ഇപ്പോൾ ഒരു 8 മണിക്കും നമ്മൾ ഹാർഡ് വർക്കാണ്. നമ്മുടെ വർക്ക് എന്താണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കട്ടൻ പൈപ്പ്സൊക്കെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ അത് കാരണം ലാസ്റ്റ് പണി നമ്മുടെ പണിക്കാർ വന്ന് പണിയായി തീർത്തിട്ടേച്ച്. എന്നാലും കുറച്ച് വർക്കും കൂടി ബാക്കിയാണ്. അപ്പോൾ രാവിലെ അവർക്കുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതാണ് നമ്മുടെ വർക്ക് കിച്ചൺ ക്യാബിനറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് ഫാബ്രിക്കേഷൻ. അടിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള പരിപാടികളുള്ളത് അങ്ങനത്തെ കുറച്ച് തന്നെ. ഈ ബാത്റൂം ഗ്ലോവ്സ് അതുപോലെ വർക്ക് വേണമെന്നല്ല കേട്ടോ, നമുക്ക് വർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും വേണ്ട, നമ്മൾ ഇതൊന്നും കാണിച്ചു തന്നെ. അപ്പോൾ വന്ന് പെട്ടേക്കണ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടില സ്ഥലം. എന്താ വെച്ചാൽ പാവിച്ച് എന്തെങ്കിലും പാതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ നോക്കി. ഇവിടെ ഇട്ട് ഇതവിടെ 4 വശം ചൂണ്ടിന കലക്ക സ്പോട്ട് പറയണ്ടല്ലോ. നമ്മൾ എന്തായാലും വർക്കെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടോ. നമ്മുടെ ടൂൾ എടുത്തിട്ട് പോൾ റോഡ് എടുത്തിട്ട് നൈസായിട്ട് കുറച്ച് മൈദയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. എന്തായാലും വർക്കെല്ലാം തീർത്ത് ലാസ്റ്റാണ് നമ്മുടെ ചൂണ്ടുള്ളത്. ആദ്യം നമുക്ക് വർക്കാണ്, വർക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടിയേക്കാം. ഇപ്പം എന്തായാലും അടിപ്പ സ്പോട്ട് കരിമീനൊക്കെ പൊങ്ങിയൊക്കെ കാണാം. എന്നാൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്തെങ്കിലും കിട്ടണമെങ്കിൽ അടിപൊളിയായി. അതുകൊണ്ട് ഇവ നമ്മൾ അന്വേഷിച്ചിറങ്ങണം. നമുക്ക് എല്ലാ സ്പോട്ടുകളും ഇങ്ങോട്ട്. അത് വർക്ക് കിട്ടിയ സ്ഥലം തന്നെ 4 വശം കണ്ടും കായലും കെട്ടുകളുമായിട്ടുള്ള സ്ഥലം. എല്ലാ കെട്ടുകളും പൊട്ടിച്ചോട്ടെ. ഇപ്പം ഇനി ഒരു 6 മാസം കഴിയും ഇതൊക്കെ ഇനി രണ്ടാമത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ. ഇപ്പം എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. നമുക്ക് എന്തെങ്കിലും കിട്ടും. എന്തായാലും പരിപാടി കൊള്ളാം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്പോട്ടിലൊക്കെ വരുമ്പോൾ തന്നെ ഒരു സന്തോഷം. നമുക്ക് നോക്കാം. അടാ ഇവിടെയൊക്കെ നോക്കി. ഇവിടെയൊക്കെ കരിമീൻ്റെ ചാകരയുണ്ട കാണാൻ പറ്റണമെന്നാണ്. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓടിയൊന്ന് കുത്തണം. കുമ്പടി തുമ്പിച്ച് വെള്ളത്തി. ഇതേ നമ്മുടെ ഒരു ബംഗാളിനെ ഇറങ്ങിയിട്ടുണ്ടാവോ പണിക്കാശില്ലാത്തൊരു പണിക്കാരനെ പണിക്കാശില്ലാത്ത പണിക്കാരൻ നൈസായിട്ട് വന്നേക്കണ സൈറ്റ് ചെയ്താന്ന് പറഞ്ഞ മഴ അടിക്കോ ചുമിക്ക് വന്നപ്പോ തന്നെ പേമാരിയാല. നമുക്ക് നോക്കാം. വലിച്ചോണ്ട് പോണേത് കുഞ്ഞുങ്ങളോ. ഈ അറ്റത്തുനിന്ന് വെട്ടിയണ്ട വീണ്ടും പള്ളത്തി പറഞ്ഞേക്കല. നല്ല ടേസ്റ്റാണ് പൊരിച്ചടിക്കാൻ. എൻ്റെ പൊന്നെ അയ്യോ താഴത്ത് പോലെ. പിന്നെ റിലീസ് ചെയ്യാം.
ഓ ഓ ഓ ഓ വലുത് വലുത് വലുത്. യെസ് യെസ്, അടിപൊളി. ഓ സാധനം അടിപൊളി. നല്ല സാധനം, കൈപ്പത്തിരത്തിനുണ്ട്. കുഞ്ഞാപ്പികൾ അത് ഇത് ചെയ്തു, വെള്ളത്തിന് വേണ്ടല്ലോ. ഇതിനെ കുറച്ചും കൂടി വലിപ്പം വെക്കോളൂ. ചുമക്ക വെക്കല അടിപൊളി. മീഡിയം സാധനം അല്ലേ, ചുമക്കൻ ഫിഷിങ് സാധനം കൊള്ളാം. കറി പീസായി അല്ലേ, അതുകൊണ്ട് ചുമക്കാൻ കൊണ്ട് ഗുണമുണ്ടായി. ഒരു കരിമീൻ കിട്ടിയുണ്ട്. വീഡിയോ ഓഫായി പോയി. അടിപൊളി മുറ്റി കാണാം. അപ്പം നമ്മുടെ ടൂൾസൊക്കെ നമ്മളതേ പോണേന്ന്. എന്തായാലും അടിപൊളിയാണ് അല്ലേ. നമുക്കൊന്ന് അക്കോട്ടിക്കിൻ്റെ അവിടെ കൂടെ നോക്കാം. കരിമീൻ ഇവിടെ അടുത്ത് തന്നെ, അപ്പുറത്തെ വഴിയാണ് അക്കോട്ടിക്ക്, അപ്പുറത്തെ വഴിയാണ്. ഇവിടേക്ക് ഇഷ്ടംപോലെ കരിമീൻ നടക്കുന്നുണ്ട്. പക്ഷെ കാണുന്ന കരിമീൻ ആരും എടുക്കൂല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്തിരി കലക്കലുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മളെ കണ്ടിറങ്ങി പിന്നെ ഏരിയയിൽ തുറന്ന പ്രശ്നമില്ല. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അടിപൊളി. നല്ല സ്ഥലവും മടുക്കൂല. കരിമീനെ പിടിക്കാൻ വേണ്ടി ഒരു ദിവസമൊക്കെ നിന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ബൾക്ക് പിടിക്കാം അല്ലേ. കുഞ്ഞുങ്ങളാണ്, നിറയെ കുഞ്ഞുങ്ങൾ വന്നിടുമ്പോൾ തന്നെ പൊട്ടിച്ചോ. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇടയ്ക്കൊക്കെ വന്നടിക്കണ ഈ തള്ളകളെ നമുക്ക് കിട്ടണം. ഇഷ്ടം പോലെ ഉണ്ട്, അടിപൊളി. നമുക്ക് നോക്കാം. അതേ പോണ നോക്കി കഴിഞ്ഞാൽ പക്ഷെ എൻ്റെ പൊന്നത് നീക്ക് നോക്കി അടെ അതിൻ്റെ ഇടയിൽ പോയി. ഇഷ്ടം പോലെ കഴിയും, പാള പോലത്തെ സാധനം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയണുണ്ടോ. നമുക്കൊരു 3-4 മീഡിയം കരിമീനെ നമുക്ക് കിട്ടിയാണ്. അതുപോലെ കുറേ തുമ്പച്ചിയും വള്ളത്തേക്കാണ്. അതുകൊണ്ട് അതിനൊക്കെ കുറേ നമ്മൾ കളഞ്ഞ് നമ്മളെല്ലാം എടുത്തില്ല. അത്യാവശ്യം കർപ്പീസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്പോട്ടാണ്. ഒരു വരെ കൂടി വരേണ്ടി വരും. ആശാരി പിള്ളേർക്കിട്ടൊക്കെ ഒരു വരെ കൂടി നമ്മളൊന്ന് വരും. എന്തായാലും നല്ല കിടിലൻ കരിമീനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ കെട്ടൊന്നുമല്ലടേ, ഇപ്പോൾ കെട്ടൊക്കെ എല്ലാം പൊട്ടിച്ചിട്ടേക്കണതാണ്. പിന്നെ അവിടെ 2-3 എണ്ണമുണ്ട് പ്രൈവറ്റ്, അത് നമുക്ക് കണ്ടാലറിയാം. അവിടെ ചൂണ്ടിരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോയുടെ വീണ്ടും കാണാം. അപ്പോൾ കൂടെ നിന്നതിനും നമ്മൾ അന്വേഷിച്ചതിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടിപൊളി വീഡിയോയിട്ടൊക്കെ പുറകെ വരും. അപ്പോൾ ഈ സൺഡേ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയാണ് ഒതുങ്ങി. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങണേ, നമ്മുടെ ഫിഷിങ്ങിലേക്ക് ഇറങ്ങണതാണ്. അപ്പോൾ ഓക്കെ, അടിപൊളി വീഡിയോയുടെ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കീവേയും പുറകെ വരും കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഓക്കെ, ബൈ ബൈ.